ഒരു പ്ലാനും ഇല്ലാണ്ട് തുടങ്ങിയ യൂട്യൂബിൽ ഞാനൊരു പ്ലാനർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ യൂട്യൂബ് പ്ലാനർ. ഒന്നും ഇത് തുടങ്ങിയിട്ടില്ല, അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ല. ഇതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇത് ഒരു സ്കെച്ച് ബുക്കായിരുന്നു, പക്ഷേ ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റി വളരെ കുറവായിരുന്നു. ഇപ്പോൾ പെൻസിൽ സ്കെച്ചസിന് ഓക്കെയാണ്, പെൻസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി, പെൻസിൽ സ്കെച്ചസിന് ഓക്കെയാണ്. പക്ഷേ വാട്ടർ കളറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ വശത്ത് കൊടുത്ത പെയിൻറ്റ് ഇപ്രവശം വരെ എത്തി. അപ്പം ഞാൻ എന്തെങ്കിലും എഴുതാൻ വേണ്ടി എടുക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് ഈർപ്പം തട്ടിയിട്ട് മുഴുവൻ പൂപ്പൽ വെച്ച്. ഫുള്ള് പൂപ്പലായിരുന്നു, ക്ലീൻ ചെയ്തതാണ്. സൈഡൊക്കെ പൂപ്പലായിരുന്നു. ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ സ്കെച്ചൊക്കെ വെച്ച് ഡിസൈനൊക്കെ ചെയ്തു. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കായി. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂട്യൂബ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു യൂട്യൂബ് പ്ലാനറിന് പേരൊക്കെ കൊടുത്ത് ഒരു പ്ലേ ബട്ടൺ പോലെ കൊടുത്ത്, പിന്നെ ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തെങ്കിലും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോയിൻറ്റ്സാണ് മെയിനായിട്ട് വേണ്ടതെന്നുള്ളത് സൈഡിൽ ഇങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഐഡിയാസ്, കോൺസെപ്റ്റ്സ്, സ്ക്രിപ്റ്റ്, വോയിസ് ഓവറിന് എന്തൊക്കെ പറയണം, പിന്നെ ഷൂട്ട് എങ്ങനെ ചെയ്യണം, എഡിറ്റിംഗ് എങ്ങനെ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഫസ്റ്റ് തന്നെ ചാനലിൻ്റെ പേര് എഴുതി, ക്രിയേറ്റീവ് സ്റ്റോറീസിന്. പിന്നെ ഇവിടെ ഒരു പ്ലേലിസ്റ്റിനുള്ള ഒരു ഏരിയ കൊടുത്തു. പ്ലേലിസ്റ്റ് ഇപ്പോൾ ഒരേ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒന്നിച്ചിടാൻ വേണ്ടി, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു ഇൻഡെക്സ് പോലെ ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്പേസ് കൊടുത്തു. ഇനി എഴുതി തുടങ്ങണം. പിന്നെ ഇവിടെ ഒരു 2-3 കോട്ട്സ് കൊടുത്തു ക്രിയേറ്റിവിറ്റിനെ കുറിച്ചിട്ട്. ഇവിടെ 2, ഇവിടെ ഒരു കോട്ട്. ഈ പെയിൻറ്റ് ചെയ്തത് മുന്നേ പെയിൻറ്റ് ചെയ്തതായിരുന്നു, അപ്പോൾ ആ പോർഷൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ കോട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നല്ല രസമാക്കി. അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ഞാൻ ഇവിടെ നിന്നിട്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് ആലോചിച്ച് എഴുതി തുടങ്ങണം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ.